ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ചോറ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റൈസാണ്. ഇതുവരെ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു, അതൊക്കെ പോലെ തന്നെ, പക്ഷേ ചെമ്മീനായതുകൊണ്ട് വേറെ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. ഏകദേശം അതൊക്കെ പോലെയുള്ള റെസിപ്പിയാണ്. ഇറച്ചിച്ചോറിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, എല്ലാവരും പോയി ഒന്ന് കണ്ടു നോക്കും. ഇനി ഇതെങ്ങനെയാണ് ആക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. കുറച്ച് മഞ്ഞളും മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഈ ഓയിലിൽ തന്നെയാണ് ഇനി ഉള്ളിയൊക്കെ വാട്ടി മസാല ആക്കി എടുക്കേണ്ടത്. അതുകൊണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെ ഞാൻ ഉള്ളി ഒരു 3 എടുത്തിട്ടുണ്ട്. 3 വലിയ ഉള്ളിയാണ്. അതൊന്ന് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് ഒരു ടേബിൾ സ്പൂൺ മതിയാവും. അതിൻ്റെ കൂടെ ഞാൻ പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 7-8 പച്ചമുളക് ചേർക്കണം, എന്നാലേ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ആ പച്ചമുളകും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിയ ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഉള്ളിയുടെ അളവനുസരിച്ചിട്ട് 3 തക്കാളി തന്നെയാണ് എടുത്തത്. 3 ഉള്ളിയും 3 തക്കാളിയും, പിന്നെ ആ തക്കാളിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇനി ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇവിടെ ഞാൻ എരിവില്ലാത്ത മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. എരിവൊക്കെ നിങ്ങൾ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇത് 3 ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഇതിൽ കുറച്ച് ചിക്കൻ മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവറാണ്. സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷേ നല്ലൊരു ടേസ്റ്റാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഈ ചെമ്മീൻ റൈസ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി പൊടികളൊക്കെ ചേർത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് 1 കപ്പോ 1.5 കപ്പ് മതിയാവും വെള്ളം. അതും കൂടി ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിച്ചപ്പുമാണ്. അത് രണ്ടും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഗ്രേവി റെഡിയായി. പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം ചോറാക്കിയെടുക്കാം. ഇനി പാത്രം ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ സാധാ നെയ്ച്ചോറ് വെക്കുന്നത് പോലെ തന്നെ ഞാനിവിടെ ജീരകശാലയുടെ അരിയാണ് എടുത്തിട്ടുള്ളത്. പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ അരി ഒന്ന് വറുത്ത് കോരിയ ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിലിപ്പോൾ ഞാനിവിടെ 3 കപ്പ് അരിയാണ് എടുത്തത്. നിങ്ങൾക്ക് 1 കപ്പിന് 1.5 കപ്പ് അളവിൽ വെള്ളം എടുക്കുന്നത് നമുക്ക് കുറച്ചിട്ട് 3 കപ്പിന് ഞാനിവിടെ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. മസാലയുടെ വെള്ളം കൂടി വരുന്നത് കൊണ്ട് കറക്റ്റായിട്ട് വെള്ളം എടുക്കുന്നില്ല. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് ചെറിയ തീയിൽ മൂടി വെക്കാം.
ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസ് റെഡിയാവും. ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഒരു 3/4 വേവായാലാണ് നമുക്ക് ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മസാലയൊക്കെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയ ശേഷം ഇനി നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചോറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് വേവൊക്കെയാണ്, നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി ഇനിയും വരാം. താങ്ക്